ഇന്ന് ലോക വയോജന ദിനം. ലോകമെങ്ങും വൃദ്ധജനങ്ങളെക്കുറിച്ച് ആകുലത ഉയരുമ്പോഴും സംസ്ഥാന സർക്കാർ 2009 കൊണ്ടുവന്ന വയോജന സംരക്ഷണ നിയമം അട്ടിമറിക്കപ്പെടുന്നു. നിയമത്തിലെ ഒരു കാര്യം പോലും ഇന്നും നടപ്പാക്കിയിട്ടില്ല. സംസ്ഥാനത്തെ വൃദ്ധജനങ്ങളുടെ സംരക്ഷണത്തിനായി 2009 ഓഗസ്റ്റ് 29 പ്രത്യേക നിയമം കൊണ്ടുവന്നത്. 2007 കേന്ദ്ര വയോജന സംരക്ഷണ നിയമത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു ഇത്. എന്നാൽ നിയമം നടപ്പാക്കാനായി ഇന്നോളം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നിയമപ്രകാരം സംസ്ഥാന ജില്ലാതലങ്ങളിൽ സമിതി രൂപീകരിക്കണം. എന്നാൽ ഒരു സമിതി പോലും രൂപീകരിക്കപ്പെട്ടില്ല. വയോജന നിയമ പരിപാലനത്തിനായി പ്രത്യേക ട്രിബ്യൂണൽ കൊണ്ടുവരണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും അതുണ്ടായില്ല. എല്ലാ പോലീസ് സ്റ്റേഷനിലും 60 വയസ്സിന് മുകളിലുള്ളവരുടെ പട്ടിക തയ്യാറാക്കണമെന്ന വ്യവസ്ഥ പാലിക്കപ്പെട്ടില്ല. വൃദ്ധജനങ്ങളുടെ പ്രവർത്തനത്തിനുള്ള മാർഗനിർദ്ദേശം നിയമത്തിലുണ്ടെങ്കിലും ഇത് ഉറപ്പാക്കാനുള്ള പരിശോധന എങ്ങും നടക്കുന്നുമില്ല. കേരളത്തിൽ നിർഭാഗ്യവശാൽ ഈ നിയമം ഏതാണ്ട് പാടെ അവഗണിക്കുകയോ അല്ലാതെ പറഞ്ഞാൽ ഒരു തരത്തിൽ ആ നിയമം അട്ടിമറിക്കുകയോ ചെയ്തിരിക്കുക. മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ജീവിക്കാൻ വിധിക്കപ്പെട്ട ആ മനുഷ്യരുടെ ക്ഷേമത്തിൽ തങ്ങൾക്ക് വഹിക്കാനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ എത്ര ശതമാനം കണ്ട് നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന് ഒന്നാലോചിക്കാനും വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് ഈ നിയമം ശക്തമായി നടപ്പിലാക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാകണം എന്നാണ് സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഈ ദിനത്തിൽ അവരോട് ആവശ്യപ്പെടാനുള്ളത്. സംസ്ഥാനത്ത് നിയമം അട്ടിമറിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് വൃദ്ധർക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നത്. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.